ഹലോ! എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് വന്നിട്ടുള്ളത് ഒരു ഹെയർ കെയറിന്റെ വീഡിയോ ആയിട്ടാണ്. വ്ളോഗിന്റെ വീഡിയോ അല്ലാട്ടോ. അപ്പൊ ഇതാണ് ഞാൻ പാൻ ചെയ്യുന്ന ചീർപ്പ്. ഏകദേശം 2 കൊല്ലം, 2.5 കൊല്ലം ആയിട്ടുണ്ടാവും എൻ്റെ കയ്യിൽ ഈ ചീർപ്പ് കിട്ടിയിട്ട് ട്ടോ. ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ്. മേടിക്കുമ്പോൾ ഞാൻ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് പാൻ ചീർപ്പ് മേടിക്കാറുള്ളൂ. അതിൻ്റെ കഥ ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെ ഞാൻ മുടി ചീകാൻ വേണ്ടിയിട്ട്, അതായത് മുടിയിലെ ജടയൊക്കെ കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന നല്ലോണം പല്ലകലിച്ചുള്ള ഒരു ചീർപ്പാണ്. അത് പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും കുഴപ്പമില്ല, ഇങ്ങനെ മരത്തിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എനിക്ക് രണ്ടും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇന്നത് ഇന്നത് എന്ന് അങ്ങനെയല്ല. മരത്തിൻ്റെയും യൂസ് ചെയ്യാറുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെയും യൂസ് ചെയ്യാറുണ്ട് ട്ടോ. അപ്പോൾ പാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എങ്ങനെ നമുക്ക് ഡാമേജ് ഒന്നും ഇല്ലാതെ, മുടി അമിതമായിട്ട് പോരാതെ, മുടി പൊട്ടി പോവാതെ നമുക്ക് പാൻ ചെയ്ത് എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിൽ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ മുടി കെട്ടിറക്കുമ്പോൾ 2 ഭാഗത്തേക്ക് ഇതേപോലെ മുടിയിട്ടിട്ട്, എത്ര കുറച്ച് മുടിയാണെങ്കിലും ഇതേപോലെ മുടിയിട്ടിട്ട് ആ മുടിയുടെ ഏകദേശം ഒരു നടുഭാഗത്ത് പിടിച്ചിട്ട് അതിൻ്റെ തുമ്പാദ്യം നിങ്ങൾ കെട്ടിറക്കണം. പതിയെ മടിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തോട് ചേർത്ത് പിടിച്ചിട്ടോ, ഇതേ കയ്യിൻ്റെ മുകളിൽ ചേർത്ത് പിടിച്ചിട്ടോ നമ്മുടെ മുടിയുടെ തുമ്പത്തെ കെട്ട് ആദ്യം അറുത്ത് കളയണം കേട്ടോ. ഇതേപോലെ ചെറിയ ഭാഗങ്ങളാക്കി എടുത്തിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ചെറിയ ഭാഗങ്ങൾ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് 2 മുടിയും കൂടി ഇതേപോലെ 2 ഭാഗത്തേക്ക് ഇട്ടിട്ട് 2 മുടിയും കൂടി ഫ്രണ്ടിലോട്ട് പിടിച്ചിട്ട് മുടിയുടെ തുമ്പ് നിങ്ങൾ ഇതേപോലെ കണ്ടോ, ഇതേപോലെ പിടിച്ചിട്ട് ഇതേപോലെ ചീന്തി വൃത്തിയാക്കി എടുക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി എടുക്കാൻ വളരെ സിമ്പിളായിരിക്കും. ഇതേപോലെ എൻ്റെ മടിയിലോട്ട് മുടിയിട്ടിട്ട് നമ്മുടെ എണ്ണ നമ്മുടെ മുടിയുടെ തുമ്പത്തൊക്കെ ആക്കി എടുത്തിട്ട് ഞാൻ ചീർപ്പുകൊണ്ട് പതിയെ പതിയെ ഇതേപോലെ ചീന്തിയെടുക്കാണ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ജട പിടിക്കൂല, നമ്മുടെ മുടി പൊട്ടിപ്പോവില്ല, നമ്മുടെ മുടി പറഞ്ഞു പോരൂല. അപ്പോൾ ഇതേപോലെ മുകളിൽ പിടിക്കണം കേട്ടോ. നമ്മുടെ മുടിയുടെ ഏകദേശം ഒരു നടുഭാഗത്തായിട്ട് പിടിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അതിന് ശേഷം നിങ്ങൾ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി എടുത്തിട്ട് മുഴുവനായിട്ട് കെട്ടുവേറെടുക്കാം. ഞാൻ ആദ്യം കാണിച്ചില്ലേ അതുപോലെ. അപ്പോൾ ഇതേപോലെ ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ തുമ്പത്തുനിന്ന് ആദ്യം വേറെടുത്ത് പിന്നെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചീന്തി വൃത്തിയാക്കി എടുക്കാൻ പറ്റും ട്ടോ. അങ്ങനെ മുടിയിലെ കെട്ടൊക്കെ വേറെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ, ഏത് എണ്ണയാണോ ആ എണ്ണ ഉപയോഗിച്ച് നമ്മുടെ മുടിയിൽ ആസകലം, അതായത് മൊത്തമായിട്ട് നമ്മുടെ മുടിയിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. തലയുടെ ഓട്ടിൽ വേണ്ട കേട്ടോ. അത് ഇതേപോലെ കയ്യിലിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് വേണം ഉപയോഗിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുടിയിലേക്ക് പെട്ടെന്ന് തന്നെ അത് പിടിക്കും. അപ്പം നമ്മുടെ രൂപശ്രീ ഹെർബൽ ഹെയർ ഓയിൽ നിങ്ങളിൽ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ടെന്നറിയാം. ആമസോണിലും വാട്സപ്പിലും നമുക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടും. പിന്നെ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇതേപോലെ നമ്മുടെ മുടിയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക എല്ലായിടത്തും. നമ്മുടെ ഓയിൽ ഒരു സിറം പോലത്തെ ഓയിൽ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് കുളി കഴിഞ്ഞിട്ടും പാൻ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ, ഒരുപാട് തല കടിക്കുന്ന പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ, കുളി കഴിഞ്ഞതിന് ശേഷം മുടി ഉണങ്ങിയതിന് ശേഷം ഇതേപോലെ എണ്ണ തൊട്ട് പുരട്ടി ചെയ്താൽ ഒരു സിറം പോലെ യൂസ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിൽ ആയതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് നമുക്ക് തോന്നില്ല കേട്ടോ. അതിനുശേഷം എൻ്റെ ആയുധം ഞാൻ എടുക്കുകയാണ്. ഇതാണ് എൻ്റെ പാൻ ചീർപ്പ് കേട്ടോ. അപ്പോൾ പാൻ ചീർപ്പ് മേടിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് ഞാൻ വഴിയെ ലാസ്റ്റ് ഭാഗത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ പാൻ ചീന്തി എടുക്കാറുള്ളത്. അപ്പോൾ മുടിയുടെ അറ്റത്തോട്ട് നിങ്ങൾ വലിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ പാൻ ചീന്തിയിട്ട് ഇങ്ങനെ തള്ളി പുറത്തേക്ക് ഇടുന്ന രീതിയിൽ കണ്ടോ, ഇതേപോലെ താഴത്തോട്ട് ചീർപ്പ് ആക്കിയെടുക്കണം. അപ്പോൾ കെട്ടില്ലെങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലെ ചീന്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ മുടിയിലോട്ട് പാൻ വീഴാതെ പുറത്തോട്ട് പാൻ വീഴും. അപ്പം നിലത്തോട്ട് പാൻ വീഴും. അപ്പം നമുക്ക് നിലത്തുള്ള പാനിനെ മുട്ടാനും ചീർപ്പിലുള്ള പാനിനെ മുട്ടാനൊക്കെ വളരെ എളുപ്പത്തിൽ കഴിയും കേട്ടോ. ചെറിയൊരു നനിപ്പാൻ ഉണ്ട്. അപ്പം ഞാനതെടുത്ത് മുട്ടാണ് കേട്ടോ. അപ്പം എൻ്റെ തലയിൽ പാനൊക്കെ വരും. ഞാനും മനുഷ്യനാണ്. അപ്പോൾ ഇതേപോലെ ഡെയിലി ചീന്തി കഴിഞ്ഞാൽ നമ്മുടെ തല നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുള്ളതാണ്, എങ്ങനെയാണ് ഇത്രയും ലെങ്ത്തുള്ള മുടിയിൽ അല്ലെങ്കിൽ തിക്കുള്ള മുടിയിൽ പാന് വരാതെ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ പാനിൻ്റെ ശല്യം കൂടാതെ ശ്രദ്ധിക്കണേ എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതേപോലെ ഡെയിലി നമ്മൾ മുടിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് ഇതേപോലെ ഡെയിലി ഞാൻ ചെയ്യാറുണ്ട്. കൂടുതലും വൈകുന്നേര സമയങ്ങളിൽ, അതായത് കിടക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ടാണ് ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. അത് നമ്മുടെ മുടിക്കും നല്ലതാണ്. നമ്മുടെ തലയോട്ടിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. പിന്നെ മുടി രാത്രി കിടക്കുമ്പോൾ ഒരുപാട് ഡ്രൈ ആവാതെ നമ്മുടെ ഹെയർ ഓയിൽ നമ്മളെ സഹായിക്കുകയും ചെയ്യും ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാ നമുക്ക് ഒരു ദിവസം ഇത്രയും മുടി പോവാറുണ്ട് കേട്ടോ. എനിക്ക് മുടി ഈ ചീന്തി നല്ലോണം ഒതുക്കി വൃത്തിയാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന മുടിയാണത്. അതിൽ ഏകദേശം ഒരു 10 മുടിയോളം ഉണ്ടാവും, അതിൽ കൂടുതലില്ല കേട്ടോ. ഒരു ദിവസം 50 മുടി അല്ലെങ്കിൽ 100 മുടിയിൽ കൂടുതൽ പോകുന്നാണ് പറയണത്. പക്ഷേ പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടികൾ കിളിർത്ത് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു 3 മാസം നമുക്ക് മുടി കൊഴിച്ചിലില്ലാതെ പെട്ടെന്ന് മുടി കൊഴിച്ചിൽ വരിക,
അത് 1 മാസം അല്ലെങ്കിൽ 1.5 മാസം കഴിയുമ്പോൾ സ്റ്റോപ്പ് ആവണില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ വൈറ്റമിൻ ഡിയും HB ഒക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. സാധാരണ രീതിയിൽ ഒരു 3 മാസം നമുക്ക് മുടി കൊഴിച്ചിലില്ലാതെ പിന്നെ ഒരു 1.5 മാസമൊക്കെ മുടി കൊഴിച്ചിൽ വരികയാണെങ്കിൽ അത് നോർമലാണ്. പഴയ മുടി പോയിട്ട് പുതിയ മുടി വരികയാണ്. പക്ഷെ പോയ സ്ഥലത്ത് പുതിയ മുടി വരുന്നുണ്ടോ എന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ മുടി നന്നായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെ പ്രധാനമാണ്. അപ്പോൾ ഭക്ഷണവും പിന്നെ ഇതേപോലെ വേണ്ട കെയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ 2 ഭാഗത്തെയും നമ്മുടെ പാൻ ചീന്തൽ കഴിഞ്ഞു. ഇനി ഞാൻ നമ്മുടെ മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഒന്ന് ചീന്തി ഒതുക്കി കൊടുക്കുകയാണ്. ഇത് ഞാൻ രാത്രി ചെയ്യുന്ന ഹെയർ കെയർ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, മുടി ഹെൽത്തി ആയിട്ട് വളർത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം രാത്രി. അപ്പോൾ ഇതേപോലെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് മുടി ഞാൻ ബാക്കിൽ നിന്ന് ചീന്തി കൊടുക്കുകയാണ്. എന്നിട്ട് കെട്ടുള്ള സൈഡിൽ നമുക്ക് ചെവിയുടെ ഭാഗത്ത് ചിലപ്പോൾ കെട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എനിക്കത് കൂടുതലായിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ആ ഒരു ഭാഗം ചീർപ്പ് കൊണ്ട് തന്നെ, വലിയ പല്ലകൾച്ചുള്ള ചീർപ്പ് കൊണ്ടാകുമ്പോൾ വേഗം തന്നെ നമുക്ക് വേറെടുത്ത് കിട്ടും. അപ്പോൾ പല്ലകൾച്ചുള്ള ചീർപ്പ് കൊണ്ട് ഞാൻ ഇതേപോലെ പതിയെ പതിയെ പതിയെയാണ് ചെയ്ത് കൊടുക്കണത്. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കെട്ടൊക്കെ പതിയെ തീർന്ന് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ മുടി പൊട്ടി പോകാനുള്ള ചാൻസ് കൂടും. അപ്പോൾ അതുകൊണ്ട് പതിയെ വേറെടുത്താൽ മതി. പിന്നെ നിങ്ങൾ ഒരുപാട് ബലത്തിൽ പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോട മുടി പറഞ്ഞു പോരും. അപ്പോൾ പതിയെ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് നമ്മുടെ പാൻ ചീർപ്പ് വെച്ചിട്ട് ഇതേപോലെ നമ്മുടെ മുടി ബാക്കിൽ നിന്ന് ചീന്തി ഒതുക്കി കൊടുക്കുക. ഒരുപാട് അമർത്തി ചീന്തും ചെയ്യരുത്, എന്നാൽ ഒരുപാട് പതുക്കുകയും ചെയ്യരുത്. നമ്മുടെ തലയോട്ടിൽ മുട്ടുന്ന രീതിയിൽ ചീന്തി ഇറക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ തെറിപ്പിച്ചിട്ടാണ് ചീന്തി എടുക്കുന്നത്. അതായത് താഴോട്ട് അങ്ങനെ ഇറക്കുകയല്ല. നമ്മുടെ തലയോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈ എടുക്കുക. അങ്ങനെ അത്തൊരു രീതിയിൽ. അപ്പോൾ കെട്ടില്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ മുടി. അപ്പോൾ ഞാൻ തുമ്പത്ത് കെട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേറെടുത്തി എടുക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് എണ്ണയുടെ കുറവ് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ മുടി ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. കോവിഡ് വന്നതിന് ശേഷം നമ്മുടെ കുഴൽക്കിണറിലെ വെള്ളത്തിലെ കുളിയും കാരണം എൻ്റെ മുടി ആകെ ബിസ്ക്കറ്റ് പൊടിയണ പോലെയാണ് പൊടിയുന്നുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന എണ്ണ എന്നെ ഒരുപാട് സഹായിച്ചു. ആ എണ്ണ നമ്മൾ രൂപശ്രീ ഹെർബൽ ഹെയർ ഓയിലായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചു. അത് തന്നെയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്ന് അറിഞ്ഞതിൽ. അപ്പോൾ എൻ്റെ മുടിക്ക് പുതുജീവൻ നൽകിയത് നമ്മുടെ ഹെയർ ഓയിലാണ്. പിന്നെ ഞാൻ കഴിക്കുന്ന ഫുഡുകളും. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതേപോലെ വേണം നിങ്ങൾ ചീർപ്പ് തിരഞ്ഞെടുക്കാൻ. നല്ല ബലമുള്ള പല്ലായിരിക്കണം. കണ്ടോ, ഇതേപോലെ നല്ല പല്ലെടുപ്പും വേണം. എന്നാൽ അതിൻ്റെ ഗ്യാപ്പിൽ ചെറിയ ചെറിയ പാളികൾ പോലെ നിവർന്ന് നിൽക്കും. അത് പാടില്ല കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ചീർപ്പ് തലയോട്ടിൽ ചീന്തുമ്പോൾ പോവില്ല. വെള്ളത്തിൽ എണ്ണ ഒഴിച്ച പോലെ അതിങ്ങനെ പൊന്തി വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല പല്ലുറപ്പുള്ളതും പല്ലടുപ്പുള്ളതും എന്നാൽ നമ്മുടെ മുടിയിൽ കൂടെ പോണതുമായിട്ടുള്ള ചീർപ്പ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പാൻ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല പല്ലകൽച്ചുള്ള ചീർപ്പ് തല വൃത്തിയാക്കാൻ. പിന്നെ ഒരു എണ്ണ, അത് സിറം പോലുള്ള എണ്ണയാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ പാൻ ചീർപ്പും ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മുടി ഹെൽത്തി ആയിട്ട് പാനൊക്കെ ചീന്തി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതേപോലെ നല്ല ബണ്ണ് ഉപയോഗിക്കുക. മുടിക്ക് ഡാമേജ് ഒന്നും വരാതെ എളുപ്പത്തിൽ ഊരിയാൽ കിട്ടുന്ന നല്ല ബണ്ണുകൾ ഉപയോഗിക്കുക. അത് ചെറുതായാലും വലുതായാലും ഇതേപോലെ എളുപ്പത്തിൽ ഊരാൻ പറ്റുന്ന, റബ്ബർ ബാൻഡൊന്നും ഉപയോഗിക്കാതെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ബണ്ണാണെങ്കിൽ നമ്മുടെ മുടി ഹെൽത്തി ആക്കി വെക്കാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.